ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങളുമായി അല്പനേരം ഇന്നിൻ്റെ ആവശ്യതയുടെ ക്രിസ്മസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്മസ് ഒരു മംഗള സന്ദേശമാണ്. സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രതീകവും വിശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അടയാളവുമാണ്. ക്രിസ്മസ് നമുക്ക് തികച്ചും അടിയുറച്ച് നിലകൊള്ളുന്ന ചില മൂല്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ പ്രസക്തി എത്രമാത്രമുണ്ടെന്ന് നമുക്ക് അല്പനേരം ചിന്തിക്കാം. ക്രിസ്മസ് യേശു ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന പെരുന്നാളാണ്. പരിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഇന്നേ ദിവസം ദാവീദിൻ്റെ നഗരത്തിൽ നിങ്ങളുടെ രക്ഷിതാവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഈ വചനം ക്രിസ്തുമസിൻ്റെ അന്തസ്സും അതിലെ സുവിശേഷവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ രാത്രിയിൽ നമ്മുടെ ലോകത്തിന് ഒരു പുത്തൻ പ്രതീക്ഷയാണ് നൽകിയതെന്ന് ഒരു സത്യമായൊരു വാസ്തവമുള്ള കാര്യമാണ്. ക്രിസ്തുവിൻ്റെ ജനനം മറ്റെന്തിനേക്കാളും പ്രാധാന്യമുള്ളത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശത്തിനായാണ്. ക്രിസ്മസ് ഇന്ന് അതേ സന്ദേശങ്ങൾ ലോകം മുഴുവനും പ്രചരിപ്പിക്കേണ്ടത് ഇന്നെൻ്റെ ഒരു ആവശ്യകതയാണ്. ഇന്ന് ലോകം കടന്നു പോകുന്ന അത്യന്തം പ്രാദേശികവും ആഗോളവുമായ പ്രശ്നങ്ങൾക്കിടയിൽ ക്രിസ്മസിലെ ചില മൂല്യങ്ങൾ അതിൻ്റെ പ്രസക്തിയോടെ നിലനിൽക്കുന്നത് നമുക്ക് പരിശോധിക്കാം. 1. സ്നേഹത്തിൻ്റെയും കരുണയുടെയും സഹോദര്യത്തിൻ്റെയും ആവശ്യകത. ക്രിസ്തുമസ് നമ്മെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നു. പരിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങളോടൊരു പുതിയ കൽപ്പന തരുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക എന്നതാണ് ആ കൽപ്പന. ഈ വചനം നമ്മോട് ഇപ്രകാരമാണ് അരുളി ചെയ്യുന്നത്: മറ്റുള്ളവരോട് ഒരു തുറന്ന മനോഭാവത്തോടെ കരുണാഭാവത്തോടെ പെരുമാറാൻ പറയുന്ന ഒരു മഹത്തമായ സന്ദേശം. ഇന്നത്തെ ലോകത്തിൽ പലരും അനുഭവിക്കുന്ന ഏകാന്തതയും ദാരിദ്ര്യവും ആത്മീയ വിഷമതയും എന്നിവയ്ക്കിടയിൽ നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ മാതൃകയിൽ കരുണാഭാവം പ്രദർശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. 2. സമാധാനത്തിൻ്റെ മഹത്വം. ക്രിസ്തുമസ് ആഘോഷത്തിലെ പ്രധാന ലക്ഷ്യം നമ്മുടെ ദാനശീലമാണ്. ദാനം ദാരിദ്ര്യത്തിന് പരിഹാരമാകും എന്നതിലുപരി അത് സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്ക് വർദ്ധിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത്. നമ്മൾക്കെല്ലാവർക്കും പങ്കുവയ്ക്കാനുള്ള ചില ആശയങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം എന്നിവയൊക്കെയാണ്. ഇത്തരം ദാനങ്ങൾ ക്രിസ്തുമസിൻ്റെ കാലത്ത് കൂടുതൽ പ്രസക്തമാണ്. 3. ക്രിസ്മസിൻ്റെ സന്ദേശം വിശ്വാസവും പ്രത്യാശയും. ക്രിസ്മസിൻ്റെ സന്ദേശം നമ്മെ പ്രതിസന്ധികളിൽ പ്രത്യാശ പുലർത്തുവാൻ പ്രചോദനമാക്കുന്നു. പരിശുദ്ധ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വഴിയിൽ നിങ്ങൾക്ക് പരിശാന്തിയും സന്തോഷവും നൽകുവാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രത്യാശയിൽ നിങ്ങൾ സമ്പന്നരാക്കുവാനും ദൈവം ഇച്ഛിക്കുന്നു. ഇത് നമ്മെ അചഞ്ചലമായൊരു വിശ്വാസം കൈമുതൽ വയ്ക്കുവാൻ പ്രചോദിപ്പിക്കുന്നു. ക്രിസ്തുമസ് നമ്മുടെ ജീവിതങ്ങളിൽ പുതുമയുടെ ഒരു പുതിയ അർത്ഥം നൽകുന്നു. ദൈവം നമ്മളോട് എങ്ങനെ തൻ്റെ ഏകപുത്രനെ നമുക്ക് അയച്ച് സ്നേഹിച്ചുവോ അതുപോലെ തന്നെ നാം നമ്മുടെ സഹസൃഷ്ടികളോടും സ്നേഹിക്കുവാനും അവരെ വിശ്വാസത്തിൽ നിർത്തുവാനുള്ളൊരു ആഹ്വാനമാണ് നമ്മളോട് കൽപ്പിക്കുന്നത്. ഈ ക്രിസ്തുമസിൽ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെയും അവൻ കാണിച്ചു തന്ന സത്യമായ മാർഗത്തെയും ആ മംഗള സുവാർത്തയും ഓർമ്മിപ്പിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്ന് ജീവിക്കാം. സ്നേഹത്തിൻ്റെയും ഒരു ചെറിയ വിളക്ക് കൊളുത്തി അണയാതെ അത് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏവരെയും സഹായിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന മാലാഖമാരുടെ സ്തുതിപ്പ് ചൊല്ലി ഈ ക്രിസ്മസിനെ വിലയിരുത്തുവാൻ ഏവർക്കും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.